അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ വന്നേക്കുന്നത്, ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വിളിച്ചു. അല്ലാതെയും വിളിച്ചന്വേഷിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കുന്നുണ്ട്. മീൻസ് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ട് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ഇറ്റ് വാസ് ഓൺ സാറ്റർഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഉച്ചക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലും എന്താണെന്ന് ഇപ്പോൾ ലിറ്ററലി സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന വരെ ഏകദേശം ഓർമ്മയുണ്ട്. വണ്ടി എടുത്തത് ഇറങ്ങിയതൊന്നും ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഞങ്ങൾക്ക് ആൾക്കാർ പറയുന്നത് വഴിയിലൊരു കൊമ്പ് എന്തോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മ തട്ടിയാണ് ഈ വീഴുന്നത്. അപ്പോൾ എന്നെ കൂടെ കൊച്ചുണ്ടായിരുന്നു, കൊച്ച് നീങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ എന്നെ എടുക്കാൻ വന്നപ്പോഴേക്കും കാര്യം എനിക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് എന്നെ എടുക്കാൻ വന്നപ്പോഴേക്കും കൊച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആരൊക്കെയോ എന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടു. എന്നിട്ട് ആരൊക്കെയോ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോണേക്കാളും മുന്നേ എന്നെ ആസ്റ്ററിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ എമർജൻസി പിന്നെയൊക്കെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇത് ഉച്ചക്കാണ് സംഭവിക്കുന്നത്. രാത്രി ആയപ്പോഴാണ് കുറച്ചൊക്കെ ഓറിയൻറ്റഡായത്. പക്ഷെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഇടുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ട്രോളിയിലാണ്. ഐ എം സീയിങ് പീപ്പിൾസ്, ഐ എം ടോക്കിംഗ് ടു പീപ്പിൾസ്, ഐ എം ടെല്ലിങ് സംതിങ്സ്. പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ പിന്നെ പറയണം, അങ്ങനത്തെ കാര്യം. രാത്രി ആയപ്പോഴാണ് ആക്സിഡൻ്റാണ്, ഞാൻ ആശുപത്രിയിലാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ ആലോചിച്ച് തലേ ദിവസം വരെ എത്തി. അങ്ങനെ ഓക്കെ സ്റ്റേബിളായെന്ന് വെച്ചാൽ കുറച്ച് കൊച്ചിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അപ്പോഴും കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ. ബിക്കോസ് ഇറ്റ്സ് എ വേസ്റ്റ് പാർട്ട്. നമ്മൾ കാരണം നമുക്ക് കൊച്ച് എന്ന രീതിയിലല്ല, കൊച്ചും ആസ് എ മദർ ഇറ്റ്സ് എ ബിഗ് ഫിയർ. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് കാര്യമായ ഒന്നുമില്ല. ഈ കാണുന്ന ചതവും ഈ നീരും ഇതൊക്കെ ഉള്ളൂ. വേറെ അത്ര വലിയ സീരിയസ് ഡാമേജസ് ഒന്നുമില്ല. അവന് ഇവിടെ ഒരു ഡീപ്പ് വൂണ്ടുണ്ട്, റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഇങ്ങനെ ആയിരിക്കുമല്ലോ വീണത്. റൈറ്റ് സൈഡിലൊരു ഡീപ്പ് വൂണ്ടുണ്ട്. അപ്പോൾ അതിന് അവർ സർജിക്കലായിട്ടാണ് സൂച്ചറിങ് ചെയ്തത്. അതിൻ്റെ വേദന കുറച്ച് ഒരു ദിവസത്തെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, ബട്ട് അങ്ങനെ. പിന്നെ ആളൊക്കെയാണ്, ഭയങ്കര സർക്കസും കളിയൊക്കെയാണ്, ആളൊക്കെ ആയി. സോ താങ്ക്സ് ഫോർ യുവർ പ്രേയേഴ്സ്. നിങ്ങളുടെ സ്നേഹമൊക്കെ കാരണമായിരിക്കാം കാര്യമായിട്ടൊന്നും സംഭവിക്കാനുണ്ട്. ആൻഡ് ദൈവത്തിൻ്റെ കൃപ. സോ അത്രേ ഉള്ളൂ. ഐ വിൽ കം ബാക്ക്. ലവ് യു.